അല്ലല്ല ഞങ്ങളെ സംബന്ധിച്ച് മൈനോറിറ്റിയുടെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് എക്കാലത്തും കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഞങ്ങളുടെ ഒരു നയമാണ്. ആ മൈനോറിറ്റിയെ അവഗണിക്കുകയും അവരുടെ അവകാശങ്ങൾ കാർന്നെടുക്കുകയും ചെയ്യുന്ന തരത്തിൽ BJP പല നിയമങ്ങളും കൊണ്ടുവന്നപ്പോൾ അതിനെ ശക്തമായി എതിർക്കുകയും അതിനെ ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് ഞങ്ങൾ ഈ വിഷയത്തിലും ഉയർത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ ജനാധിപത്യ അവകാശങ്ങൾ ധ്വംസിക്കുന്ന തരത്തിലുള്ള ഏത് നിയമങ്ങൾ ആർക്കെതിരെ കൊണ്ടുവന്നാലും അത് വ്യക്തികളാകട്ടെ, സമൂഹമാകട്ടെ, സംഘടനകളാകട്ടെ, സമുദായങ്ങളാകട്ടെ, ആർക്കെതിരെ കൊണ്ടുവന്നാലും അതിനെ എതിർക്കുക, അതിനെ അഭിപ്രായം പറയുക, ശക്തമായി വിയോജിപ്പ് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നയം. ആ നയത്തിൽ ഒരു മാറ്റവും ഞങ്ങൾ വരുത്തിയിട്ടില്ല. ക്രൈസ്തവർക്ക് എന്തെങ്കിലും സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ അത് BJPക്ക് പ്രതികൂലമാകുമെന്ന് കരുതുന്നുണ്ട്. അല്ല, കേരളത്തിലെ രാഷ്ട്രീയം ഞാൻ പറയേണ്ട കാര്യമില്ല. കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ എപ്പോഴും എക്കാലത്തും ക്രൈസ്തവരുൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നവരാണ്, UDFനെ പിന്തുണയ്ക്കുന്നവരാണ്. അതിലൊരു മാറ്റവും വന്നിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെയൊരു ബില്ലൊന്നും കൊണ്ടുവന്നതുകൊണ്ട് അവരുടെ മനോഭാവത്തിൽ ഒരു പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവില്ല. അല്ല, അത് ഇപ്പം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിലെ ഇല്ല, MP ആരൊക്കെ എത്തിയിട്ടുണ്ടെന്ന് ഇപ്പോൾ പാർലമെന്റിൽ ചെന്ന് അറിയാൻ പറ്റുള്ളൂ. കുറച്ച് പേര് എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ബാക്കിയുള്ളവർ ആരാണ് വരാത്തത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പം ഇല്ല, എല്ലാവരും അവിടെ ഇല്ലല്ലോ. എല്ലാവരും നിൽക്കേണ്ടവർ അവിടെ നിൽക്കും. ബാക്കിയുള്ളവർ ഡൽഹിയിലേക്ക് വന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് നിൽക്കേണ്ടവർ അവിടെ അത്യാവശ്യമായി നിൽക്കേണ്ടത് പ്രചരണ പ്രവർത്തനങ്ങൾ നേരത്തെ കമ്മിറ്റഡ് ആയിട്ടുള്ളതും അത് മാറ്റിവെക്കാൻ കഴിയാത്ത നേതാക്കൾ അവിടെ ഉണ്ടാവും. അതിപ്പം നമുക്കിപ്പോൾ ലോക്സഭയിൽ 18 MP കോൺഗ്രസിനും UDFനും ആയിട്ടുള്ളത്. ആ 18 MP ബഹുഭൂരിപക്ഷ MP ഇന്നെത്തും. വരാൻ ആർക്കെങ്കിലും കഴിയുന്നില്ലെങ്കിൽ കഴിയാതെ മാറ്റിവെക്കാൻ കഴിയാത്ത പ്രചരണത്തെ സംബന്ധിച്ച്, കാരണം ഇലക്ഷൻ ഇനി വെറും 8-9 ദിവസം മാത്രമേ ഉള്ളൂ. ആ ദിവസത്തിനിടയിൽ അല്ല, ഞാൻ പറയട്ടെ, KC വേണുഗോപാൽ കേരളത്തിലെ UDF പ്രചരണത്തിന്റെ സ്റ്റാർ ക്യാമ്പയിനറാണ്. സ്വാഭാവികമായും അദ്ദേഹം നേരത്തെ തന്നെ ഏറ്റ നിരവധി സ്ഥാനാർത്ഥികളുടെ ക്യാമ്പയിൻ നടക്കേണ്ടതുണ്ട്. ഇന്ന് അത് മാറ്റിവെച്ചാൽ ഇനി അദ്ദേഹത്തിന് അവിടേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളെ എല്ലാവരെയും ഇന്ന് സഭയിലെത്താൻ പറഞ്ഞത്. ഞങ്ങളുടെ പരിപാടികൾ മാറ്റിവെച്ചത്. അല്ല, അത് ഞങ്ങൾ വന്നല്ലോ. പക്ഷേ KC വേണുഗോപാലിൽ ഇപ്പോഴുള്ള പാർട്ടിയുടെ സ്റ്റാർ കൺവീനറും കേരളത്തിൽ UDFനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി വളരെയധികം താഴെത്തട്ടിലിറങ്ങി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വരാത്തതൊരു വിഷയമല്ല. അദ്ദേഹത്തിൻ്റെ തിരക്ക് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നിൽ നയിക്കുന്ന ആളാണ്. പക്ഷേ ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ബാക്കി MP എത്തിയിട്ടുണ്ട്. ഇല്ല, അതിനെ സംബന്ധിച്ച് ആരൊക്കെയാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ച് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്തിട്ടില്ല. അത് കാരണം രാവിലെ വേറൊരു ബില്ല് ചർച്ചയ്ക്കാണ്, ജൻവിശ്വാസ് എന്ന് പറയുന്നൊരു ബില്ലിന്റെ ചർച്ചയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് വരത്തുള്ളൂ. ആ സമയത്ത് ആരൊക്കെയാണ് പ്രസംഗിക്കുന്നതിനുള്ള അംഗങ്ങളുടെ പേരുകൾ തീരുമാനിക്കാനുള്ള സമയമുണ്ടല്ലോ. ഇല്ല, അത് ഞാൻ ഇപ്പോൾ മാധ്യമങ്ങൾ കണ്ടു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത വിവരം കണ്ടു. ജീവിതയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. തീർച്ചയായും നിയമത്തിന്റെ വഴിക്ക് പോവുക എന്നുള്ളതാണ് കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്.